അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വആലിഹി അഹ്ലുസ് സുദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പ്രിയ പ്രേക്ഷകർ, നമ്മളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ സന്താനങ്ങൾ, പ്രിയ ഗുരുനാഥന്മാർ, ഭക്ഷണം നൽകിയവർ, വെള്ളം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, വിശിഷ്യ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മുഴുക്കെ നാഥൻ പൊറുക്കട്ടെ. ഖുർആനാണ് നമ്മുടെ വിഷയം. പ്രിയ പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം എന്നൊക്കെ നമുക്ക് എല്ലാം തന്നെ അറിയാം. ഈ വെള്ളിയാഴ്ചയിൽ പാരായണം ചെയ്യൽ വളരെയധികം സുന്നത്തുള്ളൊരു സൂറയാണ് അൽ കഹ്ഫ് സൂറത്ത്. എല്ലാവരും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വെള്ളിയാഴ്ച ദിവസത്തെ പാരായണം ചെയ്യൽ വലിയ സുന്നത്തായ അൽ കഹ്ഫ് സൂറത്ത് സ്വൽപ്പം പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്ത് എന്ന് കരുതരുത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഉമ്മപ്പങ്ങന്മാരും എല്ലാ വെള്ളിയാഴ്ചയിലും 3 തവണ അൽ കഹ്ഫ് സൂറത്ത് ഓതാൻ ശ്രമിക്കണം, സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം എന്ന് സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല അഭിസംബോധനം അത് പരിശുദ്ധ ഖുർആനാണ്. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എങ്ങനെയായിരിക്കണം നമ്മൾ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലുണ്ട്. കഴിഞ്ഞ തവണ വിനീതൻ സൂചിപ്പിച്ചു, ആ പരിശുദ്ധ ഖുർആനിക്കൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ വളരെയധികം പുണ്യമേറിയ ഒരു സൂറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവറുകൾ പറഞ്ഞു, 10 കാര്യങ്ങളെ തൊട്ട് തടയുമെന്ന്. തടഞ്ഞു നിർത്തും 10 കാര്യങ്ങളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമതായി കാണുന്നത് സൂറത്തുൽ ഫാത്തിഹ സിട്ടാവായ അല്ലാഹുവിൻ്റെ കോപത്തെ തടുക്കുമെന്നാണ്. സൂറത്തു യാസീൻ അന്ത്യനാളിലെ ദാഹത്തെ തടുക്കും. സൂറത്തു ദുഹാൻ അന്ത്യനാളിലെ ഭീകരതകളെ തടുക്കും. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യത്തെയും ഇല്ലായ്മയെയും തടുക്കും. സൂറത്തുൽ മുൽക്ക് ഖബറിലെ അദാബിനെ തൊട്ട് തടുക്കും, ശിക്ഷയെ തൊട്ട്. സൂറത്തുൽ മുൽക്ക് ഖബറിലെ അദാബിനെ തൊട്ട് തടുക്കും. സൂറത്തുൽ കൗസർ തർക്കികളുടെ തർക്കങ്ങളെ തൊട്ട് തടുക്കും. സൂറത്തുൽ കാഫിറൂൻ മരണവേളയിൽ കുഫ്ർ വരുന്നതിനെ തടുക്കും. സൂറത്തുൽ ഇഖ്ലാസ് കാപട്യത്തെ തടുക്കും. സൂറത്തുൽ ഫലഖ് അസൂയാലുക്കളുടെ അസൂയയെ തടുക്കും. സൂറത്തുൻ നാസ് വസ്വാസിനെ തടുക്കും. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിലെ ചില സൂറകളുടെ പ്രത്യേകതകൾ പറഞ്ഞു. 10 കാര്യങ്ങളെ തടുക്കുമെന്ന്. ഈ 10 കാര്യങ്ങളെ തടുക്കാനുള്ള ഒരു പരിച ഇല്ല എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരർത്ഥവത്തായ വാക്കുകളാണ് പറഞ്ഞത്. എൻ്റെ പ്രിയ പ്രേക്ഷകർ ചിന്തിക്കുക. 10 കാര്യങ്ങളെ തടുക്കും. ആ തടുക്കപ്പെടുന്ന 10 കാര്യങ്ങൾ നിസ്സാരമാണോ? ഉള്ള ഈമാന് വെച്ച്
ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ അത് നിസ്സാരമാണോ? ഒരിക്കലും അത് നിസ്സാരമല്ല. വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ, വിനീതൻ്റെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇശാക്ക് ശേഷം സ്വല്പം ഭക്ഷണം കിട്ടണമെങ്കിൽ പ്രായമുള്ള ഉമ്മമാരൊക്കെ പറയുമായിരുന്നു, ഈ സൂറത്തുകളെ കുറിച്ച് വാക്യോദനം, യാസീനോദനം, മുൽക്ക് സൂറത്ത് ഓതണം, ഇങ്ങനെയുള്ള സൂറത്തുകൾ ഓതണം, ഹദ്ദാദ് ചൊല്ലണം, എന്നാലേ ഭക്ഷണം തരുള്ളൂ എന്ന്. എന്നാൽ ഭക്ഷണം തരുകയുള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഹദ്ദാദുകൾ എന്തുമാത്രമുണ്ട് എന്ന് നാം ചിന്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളും ശ്രദ്ധിക്കുക. ഹദ്ദാദ് ചെല്ലുന്ന കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളിലുണ്ട് എന്നിത്യാദി ചെറിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ 10 കാര്യങ്ങളെ തൊട്ടുള്ള ഭയം, ആ ഭയം നമുക്കുണ്ടെങ്കിലേ അത് തടുത്തു പോവാനുള്ള പരിചയം ഉപയോഗിച്ച് അംഗത്തിനിറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടാവായ നാഥൻ കാര്യവീതികളോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ വലിയ പോരിശയുള്ളതാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മോട് അത്രയും ഇണങ്ങിച്ചേർന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ, ആൺകുട്ടികളെ പള്ളികളിലേക്ക് ദർസിന് പറഞ്ഞയക്കുക. പഠിക്കട്ടെ, ജ്ഞാനം പഠിക്കട്ടെ, ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കട്ടെ. എങ്ങനെങ്കിലും പാരായണം ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? ഖുർആനിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. അറബി ഭാഷ വായിക്കുന്നത് പോലെ ഖുർആൻ വായിക്കാൻ പറ്റുകയില്ല. അക്ഷരസ്ഫുടത വേണം. അതോടൊപ്പം മദ്, ഷദ്, ഇദ്ഗാം, ബിലാഗുന്ന, ഇങ്ങനെയുള്ള ഒരുപാട് തജ്വീദിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. നമ്മൾ അങ്ങനെയുള്ള പാരായണങ്ങൾ കേട്ട് നമ്മുടെ ഖിറാഅത്ത്, നമ്മുടെ പാരായണം നന്നാക്കുവാൻ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ വലിയ പ്രത്യേകതകളുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ശ്രദ്ധിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബസ്സാർ റളിയല്ലാഹു തആല അൻ ഉദ്ധരിക്കുന്നുണ്ട്. നീ നിന്റെ പാർശ്വത്തെ വിരിപ്പിൽ വെച്ച് ഫാത്തിഹയെ ഓതുക. കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്നതിനെയും ഓതുക. അങ്ങനെ ഓതിയാൽ മരണമല്ലാത്ത എല്ലാറ്റിനെ തൊട്ടും നിനക്ക് നിർഭയത്വം നൽകും. ഇതൊക്കെ പറഞ്ഞത് ലോകത്തിൻ്റെ നേതാവ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അവസാനമായിട്ട് പറഞ്ഞതും യാ ഉമ്മത്തി, യാ ഉമ്മത്തി, ഉമ്മത്തീങ്ങളായ ആ റസൂലുള്ളാന്റെ സമുദായത്തിൽപ്പെട്ട നമ്മളെക്കുറിച്ച് ഓർക്കുകയാണുണ്ടായത്. ആയതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളും ഓർക്കണം. അൽഹംദുലില്ലാഹ്, അവിടുത്തോടുള്ള മഹബ്ബത്ത്, അവിടുന്ന് ആ സമുദായക്കാരാകുന്ന അവിടുത്തെ ഉമ്മത്തീങ്ങളായ നമ്മളോട് അവിടത്തേക്കുള്ള സ്നേഹം എന്തുമാത്രമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഒരു കാര്യം വിനീതൻ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്
വൈകാതെ നമ്മുടെ ഈ ചാനൽ ഇൻഷാ അല്ലാ മജ്ലിസുൽ അജീബ എന്ന ഒരു മജ്ലിസ് ലൈവിൽ വരാനുണ്ട്. ഇൻഷാ അല്ലാ അധികം വൈകാതെ എല്ലാ ദിവസവും കാലത്ത് 6 മണി തൊട്ട് ഇൻഷാ അല്ലാ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ഒരു കാര്യം പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഉണർത്തുകയാണ്. ഈ മജ്ലിസുൽ അജീബയിൽ പങ്കെടുക്കാൻ ആരും തന്നെ പണം അടയ്ക്കേണ്ടതില്ല. ഗൂഗിൾ പേ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. ആരെയും ഇകഴ്ത്തിയോ കുത്തിയോ പറഞ്ഞതല്ല. അതൊരു സവിശേഷത തന്നെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിനീതൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരിലും കുടുംബങ്ങളിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിൻ്റെ മുമ്പ് കാണേണ്ടത് മുഴുക്കെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സമ്പത്ത് ഉപയോഗിച്ച് കഅബാലയം കാണാൻ, ആ കഅബാലയത്തിൻ്റെ ഭിത്തികളിലേക്ക് നോക്കി 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 സർവ്വ പാപങ്ങളും കഴുകിക്കളയാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നേതാവ് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീനയിലെത്താനും, ആ മദീന മുനവ്വറ ഒന്ന് കാണാൻ, ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കി സലാത്തും സലാമും അർപ്പിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സസ്നേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.